അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫൈസീന ബിറഹ്മത്തുള്ളാഹി അമ്മാ ബഅദ്. വളരെ ചുരുങ്ങിയ നേരം കൊണ്ട് നിങ്ങൾക്കൊക്കെ അത്യാവശ്യമുള്ള ഒരു കാര്യം, പലരും ആഗ്രഹിക്കുന്നൊരു വിഷയം നിങ്ങളുമായി പങ്കുവെക്കാനാണ് വന്നത്. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. പല ആളുകളും ചോദിക്കാറുണ്ട്, ആൺകുഞ്ഞ് ജനിക്കാൻ വല്ല ദിക്റുമുണ്ടോ, അങ്ങനെ വല്ലതും പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ട്. പലപ്പോഴായിട്ട് പലയിടങ്ങളിൽ വെച്ചുകൊണ്ടോ ചോദിക്കുന്ന ഒരു വിഷയമാണിത്. എന്നാൽ തീർച്ചയായും അങ്ങനെ ഒരു വിഷയം മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഇമാം ദൈറബി തങ്ങൾ തൻ്റെ മുജറബാത്തിൽ പറയുന്നൊരു വിഷയം നമുക്കൊന്ന് എടുത്തു നോക്കാം. ബഹുമാനപ്പെട്ടവർ പറയാണ്, മൻ അറാദ അൻ യകൂന ഹംലു സൗജത്തിഹി, ആരെങ്കിലും അവൻ്റെ ഭാര്യയുടെ ഗർഭം ദക്കറൻ ആൺകുട്ടിയാവാൻ വിചാരിക്കുന്നുവെങ്കിൽ ഫൽ യദഹു, അവൻ്റെ കയ്യിനെ അവൻ വെക്കട്ടെ, അല്ല ബത്നിഹ, അവളുടെ വയറിന് മുകളിൽ. എന്നിട്ട് വല്യക്കുൽ, അവൻ പറയട്ടെ, എന്താ പറയണത്? ഇൻകാന ഹാദൽ ഹംലു ദക്കറൻ ഫഖദ് സമ്മൈതുഹു മുഹമ്മദ. എന്തു പറയണം? ഇൻകാന ഹാദൽ ഹംലു ദക്കറൻ, ഈ വയറ്റിലുള്ള കുഞ്ഞ് ആൺകുഞ്ഞാണെങ്കിൽ ഫഖദ് സമ്മൈതുഹു, ഞാൻ ആ കുഞ്ഞിന് പേര് വെക്കും മുഹമ്മദൻ, മുഹമ്മദ് എന്ന പേര് വെക്കും എന്ന് പറഞ്ഞാൽ ഫഇന്നഹു യകൂനു ദക്കറ, അത് ആൺകുട്ടിയായി മാറും എന്ന് ബഹുമാനപ്പെട്ടവർ ഇതൊരു മുജറബായ അമലായിക്കൊണ്ട് അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഒരു ആൾക്ക് തൻ്റെ ഭാര്യ ഗർഭിണിയാണെങ്കിൽ ആ ഗർഭം ഉണ്ടാകുന്ന തുടക്കത്തിൽ നമുക്കറിയാം, ഗർഭത്തിൻ്റെ ചില ഘട്ടങ്ങളുണ്ട്. അതിൻ്റെ തുടക്ക സമയത്ത്, അവൾ ഉറങ്ങിക്കഴിയുന്ന സമയത്ത് അവളുടെ വയറിന് മുകളിൽ വസ്ത്രം വല്ല മാറ്റിയിട്ട് അവളുടെ വയറിന് മുകളിൽ കൈവച്ചുകൊണ്ട് ഈ ദിക്ർ ചൊല്ലിയാൽ ആ കുട്ടി ആൺകുട്ടിയാകുമെന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്. പല ആളുകളും അവരുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ പല അനുഭവങ്ങളും ഈ ഒരു വിഷയത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിലാണ് ഇത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ എല്ലാവരും ആ കാര്യം ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ ഇൻഷാ അള്ളാഹു അത് കബൂൽ ചെയ്യും. മാത്രമല്ല, ആൺകുട്ടികൾ ഇഷ്ടമുള്ള ആളുകൾക്ക് അള്ളാഹു ആൺകുട്ടികളെ നൽകുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് പ്രത്യേകം ഉണർത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.